സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക്. കേരളം ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒരു മുൻ മന്ത്രിയെ ചോദ്യം ചെയ്ത വിവരമല്ല, മറിച്ച് ആ ചോദ്യം ചെയ്യൽ 5 ദിവസത്തോളം ഒരു ഭരണകൂടം എന്തിനു മറച്ചുവെച്ചു എന്നുള്ളതാണ്. ശബരിമലയിലെ അയ്യപ്പൻ്റെ സ്വർണം കവർന്ന കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ SIT ചോദ്യം ചെയ്തിരിക്കുന്നു. പക്ഷേ ഈ വിവരം പുറം ലോകമറിയാൻ 5 രാപ്പകലുകൾ വേണ്ടി വന്നു. ഇത് കേവലം ഒരു ചോദ്യം ചെയ്യലല്ല, മറിച്ച് പ്രതികളെ രക്ഷിക്കാൻ അണിയറയിൽ നടന്ന തിരക്കഥയുടെ ഭാഗമാണ്. ഇതാണ് സംശയം. അതോ ഹൈക്കോടതിയുടെ ചാട്ടവാറടി ഭയന്നുള്ള വെപ്രാളമാണോ എന്നും സംശയിക്കാം. അതുകൊണ്ടാണല്ലോ ഒന്നിനു മുകളിൽ ഒന്നായി കോൺഗ്രസിനെതിരെ പല വാദഗതികളും കപ്പിത്താനും കൂട്ടരും ഉന്നയിക്കുന്നത്. അത് വിലപ്പോകില്ല എന്നത് മറ്റൊരു വസ്തുത. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ കടകംപള്ളിയിലേക്ക് അന്വേഷണ സംഘം എന്തുകൊണ്ട് എത്തിയിട്ടില്ല എന്നതും ഗൗരവമേറിയ ചോദ്യമാണ്. ആ സമയത്തൊക്കെ മാങ്കൂട്ടത്തിലിൻ്റെ പിന്നാലെ പോകാൻ മാത്രം നിർബന്ധിതരായ കുറേ മാധ്യമങ്ങളെയും നമ്മൾ കണ്ടു. ഇതൊക്കെ കൂട്ടി വായിച്ചാൽ സാധാരണ മനുഷ്യർക്ക് പോലും മനസ്സിലാകും എന്താണ് അണിയറയിൽ നടക്കുന്നത് എന്നുള്ളത്. എന്തായാലും ഇവിടെ അന്വേഷണ സംഘം പ്രതിക്കൂട്ടിലാണ്. കടകംപള്ളി സുരേന്ദ്രനെ പോലെ ഒരു ഹൈ പ്രൊഫൈൽ നേതാവിനെ ചോദ്യം ചെയ്യുമ്പോൾ പാലിക്കേണ്ടുന്ന സുതാര്യത ഇവിടെ കണ്ടില്ല. ചോദ്യം ചെയ്ത വിവരം മാധ്യമങ്ങൾ പോലും അറിയാതെ പൂഴ്ത്തിവെക്കാൻ SITക്ക് ആരാണ് നിർദ്ദേശം നൽകിയത് എന്നും അറിയില്ല. ഇങ്ങനെ CPMൻ്റെ നെഞ്ചുലക്കുന്ന മൂർച്ചയുള്ള ചോദ്യങ്ങളുണ്ട്. ആ ഉത്തരങ്ങൾ കൂടി പുറത്തറിഞ്ഞാൽ ദൈവം അകത്താകും, അതുറപ്പാണ്. അതേസമയം ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ ഇവിടെ പ്രസക്തമാണ്. അന്വേഷണം ഒരു ഘട്ടത്തിനപ്പുറം പോകുന്നില്ല എന്ന് കോടതി പറയുമ്പോൾ അതിൻ്റെ അർത്ഥം തെളിവുകൾ നശിപ്പിക്കാൻ ഭരണകൂടം ശ്രമിക്കുന്നു എന്നുള്ളതാണ്. SIT ഉദ്യോഗസ്ഥർ കേരള പോലീസിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ അവർക്ക് മുഖ്യമന്ത്രിയുടെ കൽപ്പനകൾ അനുസരിക്കേണ്ടി വരുന്നു. ഈ രഹസ്യ സ്വഭാവം ആർക്ക് വേണ്ടിയുള്ള പ്രിവിലേജാണ് എന്ന ശക്തമായ ചോദ്യം KC വേണുഗോപാൽ ചോദിക്കുമ്പോൾ മറുപടിയില്ലാതെ സർക്കാർ വിയർക്കുകയാണ്. എന്നാൽ ഇവിടെ ശബരിമലയിലെ നാണക്കേട് മറയ്ക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുറത്തെടുത്ത തന്ത്രങ്ങൾ ഓരോന്നായി പൊളിയുകയാണ്. സോണിയാഗാന്ധിയുമൊത്തുള്ള ഒരു ഫോട്ടോ കാട്ടി കോൺഗ്രസിനെ പൂട്ടാൻ നോക്കിയവർക്ക് KC നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: സോണിയാഗാന്ധി അല്ലല്ലോ കേരളത്തിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ഇത് കേവലം ഒരു മറുപടിയല്ല, CPMൻ്റെ രാഷ്ട്രീയ പാപ്പരത്വത്തിനുള്ള തിരിച്ചടിയാണ്. കർണാടക മോഡൽ ഇന്ത്യക്ക് തന്നെ മാതൃകയായിരിക്കുകയാണ്. സ്വന്തം വീട്ടിലെ കൊള്ള മൂടി വെക്കാൻ അയൽ വീട്ടിലെ വിഷയം പുകമറയാക്കുന്ന മുഖ്യമന്ത്രിയുടെ തന്ത്രം KC വേണുഗോപാൽ പൊളിച്ചെടുക്കുകയാണ്. ആ പ്രതികരണത്തിലേക്ക് ഒന്ന് പോകാം. തെരഞ്ഞെടുപ്പുള്ളതുകൊണ്ടാണോ തെരഞ്ഞെടുപ്പുള്ളതുകൊണ്ടാണോ ഇവരെ വൈകിപ്പിച്ചത്? വെരി ഇൻട്രസ്റ്റിംഗ് തിങ്. എനിക്ക് അതിനകത്ത് മനോസങ്കടം തോന്നുന്ന ഒരു വല്ല പ്രധാനപ്പെട്ട കാര്യം കർണാടകത്തിലെ ഒഴിപ്പിക്കലും UPയിലെ യോഗി ആദിത്യനാഥിന്റെ ബുൾഡോസർ ഭരണവും ഒരുപോലെയാണെന്നുള്ള രീതിയിൽ കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത് അങ്ങേയറ്റത്തെ പ്രതിഷേധാർഹമായ കാര്യമാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി ഒരിക്കലും പറയാൻ പാടില്ലാത്തതായിരുന്നു അത്. കർണാടകത്തിലെ കുടിയൊഴിപ്പിക്കൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു കാലത്തും ഉണ്ടാകാത്ത ഒരു പ്രത്യേകത അവിടെയുണ്ട്. കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാൻ 48 മണിക്കൂറിനകം തീരുമാനമെടുത്തൊരു ഗവൺമെന്റ് കർണാടകത്തിലല്ലാതെ വേറൊരു ഗവൺമെന്റ് ഇല്ല. അനധികൃതമായിട്ടുള്ള കുടിയേറ്റമാണെങ്കിലും കയ്യേറ്റമാണെങ്കിലും അത് പറഞ്ഞുകൊണ്ട് തന്നെ പാവപ്പെട്ടവരെ സംരക്ഷിക്കാനുള്ള മനസ്സ് കാണിച്ച കർണാടക ഗവൺമെന്റാണ് ആ ഗവൺമെന്റ്. അത് പ്രത്യേക സമുദായത്തിനു വേണ്ടി മാത്രമല്ല, എല്ലാ സമുദായത്തിൽപ്പെട്ടവരും അതിലകത്തുണ്ടായിരുന്നു. മുഖ്യമന്ത്രി ഇവിടെ ചെയ്തെന്താണ്? അതും സാമുദായികവൽക്കരിച്ച് അത് കർണാടകത്തിലെ കോൺഗ്രസ് ഗവൺമെന്റ് കുറ്റമാക്കി കുറെ ആളുകളെ അങ്ങോട്ടേക്ക് അയച്ച് മുഖ്യമന്ത്രിക്ക് പ്രസ്താവന നടത്തി. എന്റെ യോഗി ആദിത്യനാഥ് ബുൾഡോസർ രാജ് നടത്തിയപ്പോ CPM നേതാക്കന്മാരൊന്നും UP പോയി സന്ദർശിച്ചിട്ടില്ലല്ലോ. അവിടെ സന്ദർശിച്ചായിരുന്നോ? ഇല്ല. അപ്പൊ കർണാടകത്തിലേക്ക് ഹൃദയ പിടിച്ചു പോയി. ഇത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ നിലപാട് വളരെ കൃത്യമാണ്. കർണാടക സർക്കാർ ചെയ്ത് കൃത്യമാണ്. നിയമപരമായ ഇടുക്കൽ നടപടി എടുക്കും. അപ്പോഴും കാരുണ്യത്തോടെയുള്ള സമീപനം ഉണ്ടാകും. പാവപ്പെട്ടവർക്ക് സംരക്ഷണം കൊടുക്കുന്ന സമീപനം. അതുകൊണ്ട് 11 ലക്ഷം രൂപയുടെ വീടുകളാണ്. അതിൽ 1.5 ലക്ഷം രൂപ അവർ ഒഴുക്കേണ്ട, ബാക്കി മുഴുവൻ സർക്കാർ കൊടുത്തിട്ട് ഇവരെ മുഴുവൻ പുനരധിവസിപ്പിക്കുന്നത്. അവരിപ്പോൾ താമസിക്കുന്നതിനൊക്കെ കൂടി നല്ല സ്ഥലത്തേക്ക് അവർ മാറ്റുകയാണ് ചെയ്യുന്നത്. ഇത് ഇന്ത്യയിൽ തന്നെ ഒരു മാതൃകയാണ്, മോഡലാണ്. പക്ഷേ അനധികൃത കുടിയേറ്റത്തെ നിയമപരമായി നേരിടുമെന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനെ UP മോഡൽ ബുൾഡോസർ രാജാക്കി ചിത്രീകരിച്ച് എത്ര പെട്ടെന്നായിരുന്നു ക്വിക്ക് ആക്ഷൻ! എന്തൊരു ആക്ഷനായിരുന്നു! അത് BJPയെ സൂചിപ്പിക്കാൻ വേണ്ടിയല്ലായിരുന്നു അതും. അപ്പൊ അവർ നടത്തുന്ന കർണാടകത്തിൽ നടത്തുന്ന സമാനമാണോ? ഇത് തെറ്റായ കാര്യമാണോ എന്ന് ഞങ്ങൾ പറയാനായിരുന്നു.
സോണിയാഗാന്ധി അല്ലല്ലോ കേരളത്തിലെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്, അതുപോലെ കേരള മുഖ്യമന്ത്രി. ഇതെല്ലാം ചുമതലപ്പെട്ടവർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. നിയമത്തിന്റെ വഴിക്ക് പോയി അന്വേഷണത്തിന്റെ പരിധിയിൽ ഓരോരാളും വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും ഇഷ്യൂ മാറ്റിവിടാനും വേണ്ടി ഇല്ലാത്ത ഇഷ്യൂ മാറ്റിയെടുക്കേണ്ട കാര്യമില്ല. ഇതിനകത്ത് വ്യക്തമാണ് കാര്യങ്ങൾ. ആ ശബരിമലയിലെ അന്വേഷണത്തിൽ യഥാർത്ഥ പ്രതികളിലേക്ക് എത്തുന്നവരെ ഞങ്ങളെല്ലാവരും കണ്ണിലെണ്ണ ഒഴിച്ചുണ്ടാവും, കേരള ജനതയും ഉണ്ടാവുന്നതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇതിനകത്ത് ഇന്നലെ ഹൈക്കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ അത്യന്തം ഗൗരവമുള്ളതാണ്. SITയുടെ അന്വേഷണം പോകുന്ന രീതി ഹൈക്കോടതി വളരെ വളരെ സംശയം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. അത് ശരിയാണെന്ന് തോന്നുന്ന രീതിയിലാണ്. ക്വസ്റ്റ്യൻ ചെയ്ത വിവരം നിങ്ങളടക്കം അറിഞ്ഞത് 4-5 ദിവസം കഴിഞ്ഞിട്ടാണ്. എന്തിനകത്ത് രഹസ്യമായൊരു ക്വസ്റ്റ്യനിങ്? അത്തരം പ്രിവിലേജുകൾ ആർക്ക് അവകാശപ്പെട്ടതാണ്? അപ്പോൾ ഇതിനകത്തെ SITയുടെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നേരത്തെ ആക്ഷേപിക്കുന്നുണ്ട്. SIT കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഹൈക്കോടതിയാണെങ്കിലും ആ ഉദ്യോഗസ്ഥന്മാരെല്ലാം കേരള സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ളവരാണ്. കേരള സർക്കാർ ഈ അന്വേഷണം ആദ്യം മുതലേ തന്നെ അട്ടിമറിക്കാനാണ് കേരള സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ SITയുടെ ഭാഗമാണെങ്കിൽ പോലും നടത്തുന്ന പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹൈക്കോടതി ഒരു ഘട്ടം കൂടി ശരിവച്ചിരിക്കുകയാണെന്നില്ല ഹൈക്കോടതി നിരീക്ഷണത്തോടുകൂടി. അത് തന്നെയാണ് ഇതിപ്പം CPM-നെ സംബന്ധിച്ചിടത്തോളം എന്ത് നടപടി വന്നാലും ഒരു കുഴപ്പമില്ല, ലാഘവത്തോടെയാണ്. അയ്യപ്പന്റെ സ്വർണ്ണമോഷണം ഉണ്ടായിട്ട് സ്വർണ്ണക്കൊള്ള നടന്നിട്ട് ആ കൊള്ളയെ ലാഘവത്തോടെ കാണുന്ന ഒരു സമീപനം ഈ സർക്കാർ സ്വീകരിക്കുന്നു. അത് എത്ര തിരിച്ചടി കിട്ടിയാലും അവർ മനസ്സിലാക്കത്തില്ല എന്നുള്ളതാണ് തെളിവ്. ഇനിയും അവർക്ക് തിരിച്ചടികൾ വരുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. അല്ല, നിയമത്തിന്റെ വഴിക്ക് പോട്ടേന്ന്. അപ്പൊ നമുക്ക് കാത്തിരിക്കുക കാണാം. അല്ല, ഇത് പലവട്ടം നമ്മൾ മറുപടി പറഞ്ഞതാണ്. സോണിയാഗാന്ധി അല്ലല്ലോ കേരളത്തിലെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്, അതുപോലെ കേരള മുഖ്യമന്ത്രി. ഇതെല്ലാം ചുമതലപ്പെട്ടവർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. നിയമത്തിന്റെ വഴിക്ക് പോയി അന്വേഷണത്തിന്റെ പരിധിയിൽ ഓരോരാളും വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും ഇഷ്യൂ മാറ്റിവിടാനും വേണ്ടി ഇല്ലാത്ത ഇഷ്യൂ മാറ്റിയെടുക്കേണ്ട കാര്യമില്ല. ഇതിനകത്ത് വ്യക്തമാണ് കാര്യങ്ങൾ. ആ ശബരിമലയിലെ അന്വേഷണത്തിൽ യഥാർത്ഥ പ്രതികളിലേക്ക് എത്തുന്നവരെ ഞങ്ങളെല്ലാവരും കണ്ണിലെണ്ണ ഒഴിച്ചുണ്ടാവും, കേരള ജനതയും ഉണ്ടാവുന്നതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്.